നമസ്കാരം. പ്രധാന വാർത്തകൾ. നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിയമ്മ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. കൊച്ചി എളമക്കരയിലെ വീട്ടിൽ വെച്ചായിരുന്നു വേർപാട്. പക്ഷാഘാതത്തെ തുടർന്ന് 10 വർഷമായി ചികിത്സയിലായിരുന്നു. നെല്ലുവാൾ ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വൈകുണ്ഠ ഏകാദശി ഭക്തി നിർഭരം. ആയുർവേദ സ്വരൂപനായ ധന്വന്തരി ഭഗവാനെ ദർശിക്കുവാനും ദിവ്യൌഷധമായ മുക്കിടി സേവിക്കുവാനും വൻ ഭക്തജനത്തിരക്ക്. 15,000-ലധികം പേർ പ്രസാദഊട്ടിലും പങ്കെടുത്തു. തൃശൂർ ജില്ലാ കോൺഗ്രസിൽ അച്ചടക്ക നടപടി കടുക്കുന്നു. DCC നിർവാഹക സമിതി അംഗം വർഗീസ് ചൊവ്വന്നൂരിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. തന്നെ പുറത്താക്കിയ വാർത്ത മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നും എന്താണ് ചെയ്ത തെറ്റെന്ന് വ്യക്തമല്ലെന്നും വർഗീസ് ചൊവ്വന്നൂർ. ചരിത്രത്തിലാദ്യമായി ദേശീയ സരസ് മേളയ്ക്ക് ചാലിശ്ശേരി വേദിയാകുന്നു. ഇന്ത്യയിലെ ഗ്രാമീണ സ്ത്രീ സംരംഭകരുടെ ഏറ്റവും വലിയ വ്യാപാരോത്സവമായ ദേശീയ സരസ് മേള നടക്കുന്നത് 2026 ജനുവരി 2 മുതൽ 11 വരെ. എളവള്ളി പഞ്ചായത്തിലെ പണ്ടാരക്കാട് വീട് കത്തിനശിച്ചു. പണ്ടാരക്കാട് കരുമത്തിൽ ഷൈജുവിന്റെ ഓടിട്ട വീടാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. വാർത്തകൾ വിശദമായി. നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിയമ്മ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. കൊച്ചി എളമക്കരയിലെ വീട്ടിൽ വെച്ചായിരുന്നു വേർപാട്. പക്ഷാഘാതത്തെ തുടർന്ന് 10 വർഷമായി ചികിത്സയിലായിരുന്നു. പരിചരിക്കുന്ന ആളുകളാണ് മരണസമയത്ത് ശാന്തകുമാരിയമ്മയുടെ ഒപ്പം ഉണ്ടായിരുന്നത്. എളമക്കരയിൽ വീടിനടുത്തുള്ള അമൃത ആശുപത്രിയിലാണ് ശാന്തകുമാരിയമ്മയുടെ ചികിത്സ നടത്തിയിരുന്നത്. മരണവിവരം അറിഞ്ഞ് സഹപ്രവർത്തകരും സിനിമാ പ്രവർത്തകരും വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അമ്മയ്ക്കൊപ്പമുള്ള മനോഹരമായ ചിത്രങ്ങളാണ് മോഹൻലാൽ പങ്കുവച്ചിട്ടുള്ളത്. പല വേദികളിലും അമ്മയെക്കുറിച്ച് അതിവൈകാരികമായി ലാൽ സംസാരിക്കാറുണ്ട്. 89ാം പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്കായി മോഹൻലാൽ എളമക്കരയിലെ വീട്ടിൽ സംഗീതാർച്ചന നടത്തിയിരുന്നു. സംസ്കാരം നാളെ തിരുവനന്തപുരത്ത് നടത്തും. നെല്ലുവാൾ ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വൈകുണ്ഠ ഏകാദശി ആഘോഷിച്ചു. ആയുർവേദ സ്വരൂപനായ ധന്വന്തരി ഭഗവാനെ ദർശിക്കുവാനും ദിവ്യൌഷധമായ മുക്കിടി സേവിക്കുവാനും ആയിരങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത്. ആയുർവേദത്തിന്റെ ദേവനാണ് ശ്രീ ധന്വന്തരി. ഭാരതത്തിലെ ധന്വന്തരി ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ക്ഷേത്രമായതിനാൽ കേരളത്തിനകത്തും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത്. പുലർച്ചെ 4-ന് ആരംഭിച്ച നിർമ്മാല്യ ദർശനത്തിന് വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു. രാവിലെ 6-ന് സ്തോത്ര പഞ്ചാശിക പാരായണം, നാരായണീയ പാരായണം, 7-ന് സംഗീതാർച്ചനയും നടന്നു. 10:30-ന് പ്രഗത്ഭരായ സംഗീതജ്ഞർ പങ്കെടുത്ത പഞ്ചരത്ന കീർത്തന ആലാപനമുണ്ടായി. പത്ത് മണി മുതൽ ആരംഭിച്ച മഹാ അന്നദാനത്തിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. 15,000-ലധികം പേർ പ്രസാദഊട്ടിൽ പങ്കെടുത്തു. ഉച്ചതിരിഞ്ഞ് 1:30-ന് പഞ്ചവാദ്യത്തിന്റെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ കാഴ്ചശീവേലി എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. വൈകിട്ട് 4 മണിക്ക് പുറത്തേക്ക് എഴുന്നള്ളിച്ചു. തുടർന്ന് പഞ്ചവാദ്യത്തിന്റെയും മേളത്തിന്റെയും അകമ്പടിയോടെ ഗജവീരന്മാരുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. 15 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നു. വൈകിട്ട് 6-ന് ദീപാരാധന, സ്പെഷ്യൽ നാദസ്വരം, ഭക്തിഗാനസുധയും ഉണ്ടായി. രാത്രി 10-ന് ഡബിൾ തായമ്പക, വിളക്കെഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. ബുധനാഴ്ച നടക്കുന്ന ദ്വാദശി പണം സമർപ്പണത്തോടെ ഈ വർഷത്തെ സ്വർഗവാതിൽ ഏകാദശി ചടങ്ങുകൾക്ക് സമാപനമാകും. നെല്ലുവാൾ ധന്വന്തരി ക്ഷേത്രത്തിലെ ഏകാദശിയോടനുബന്ധിച്ച് നടന്ന പ്രസാദ ഊട്ടിലും വൻ തിരക്ക്. 15,000 പേർക്കുള്ള പ്രസാദ ഊട്ടാണ് ഒരുക്കിയത്. ഗോതമ്പ് ചോറും പുഴുക്കും രസകാളനും ഗോതമ്പ് പായസവുമായിരുന്നു പ്രസാദ ഊട്ടിലെ വിഭവങ്ങൾ. ഒരേ സമയം 500 പേർക്ക് ഇരുന്ന് കഴിക്കാവുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. വിനായക കേറ്ററിംഗ് ഉടമ വിയൂർ ഗണേഷ് സ്വാമിയായിരുന്നു ഭക്ഷണം തയ്യാറാക്കിയത്. 31 വർഷമായി പ്രതിഫലം ആഗ്രഹിക്കാതെ വഴിപാടായാണ് പാചകം ചെയ്യുന്നത്. പ്രസാദ ഊട്ടിന്റെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ നിർവഹിച്ചു. മെമ്പർ സുരേഷ് ബാബു, കമ്മീഷണർ ഉദയകുമാർ, അസിസ്റ്റന്റ് കമ്മീഷണർ KN ദീപേഷ്, റവന്യൂ ഇൻസ്പെക്ടർ PB ബിജു, ദേവസ്വം ഓഫീസർ G ശ്രീരാജ്, ഉപദേശക സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനു ചന്ദ്രൻ, സെക്രട്ടറി ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു.
31ാമത്തെ കൊല്ലമാണത്. രസകാളൻ, പുഴുക്ക്, ഗോതമ്പ് ചോറ്, പായസം 2ാം തവണയാണ് പായസം. 10,000-ൽ മീതെയാണ് കണക്കാക്കിയിരിക്കുന്നത്. എല്ലാം ഇപ്രാവശ്യം 500 സീറ്റോളം 200 പേർ കഴിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. തൃശൂർ ജില്ലാ കോൺഗ്രസിൽ അച്ചടക്ക നടപടി കടുക്കുന്നു. DCC നിർവാഹക സമിതി അംഗം വർഗീസ് ചൊവ്വന്നൂരിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. മുതിർന്ന നേതാവും DCC എക്സിക്യൂട്ടീവ് അംഗവുമായ വർഗീസ് ചൊവ്വന്നൂരിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് KPCC പുറത്താക്കിയത്. പാർട്ടി നടപടിക്കെതിരെ വർഗീസ് ചൊവ്വന്നൂർ രംഗത്തെത്തി. തന്നെ പുറത്താക്കാനുണ്ടായ കാരണം അറിയില്ലെന്ന് അദ്ദേഹം പ്രതികരിച്ചു. തന്നെ പുറത്താക്കിയ വാർത്ത മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നും എന്താണ് ചെയ്ത തെറ്റെന്ന് വ്യക്തമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിക്ക് ദോഷകരമായ ഒരു പ്രവർത്തനവും താൻ നടത്തിയിട്ടില്ലെന്നും നീതി നിഷേധമാണ് ഉണ്ടായതെന്നും വർഗീസ് ചൊവ്വന്നൂർ ആരോപിച്ചു. ഈ എന്താ പറയുക, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റിയിലെ കോർ കമ്മിറ്റിയിൽ ഞാനില്ല. സ്ഥാനാർത്ഥി കഴിഞ്ഞ് അതിനുശേഷം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ ഞാനില്ല. KPCC ജനറൽ സെക്രട്ടറിയും DCC ഒരു ഭാരവാഹിയും വന്നിട്ട് നേരിട്ടാണ് ഈ തിരഞ്ഞെടുപ്പ് നടത്തിയത്. അതിലും എന്നില്ല, എന്നെ ഉൾപ്പെടുത്താത്തൊരു കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയിൽ ഒന്നും ഭാഗമല്ലാത്ത എനിക്കെതിരെ നടപടിയും ഈ കമ്മിറ്റിയിൽ പങ്കെടുത്ത് ഈ തീരുമാനത്തിലെല്ലാം നിന്ന ഒരു KPCC ജനറൽ സെക്രട്ടറിക്ക് ഒരു നടപടിയില്ല. അത് എന്ത് നീതിയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഈ പൊതുപ്രവർത്തന രംഗത്ത് ചൊവ്വന്നൂരും കുന്നംകുളത്തുമായി തുടരും. എനിക്കിതിൽ എന്താ പറയുക, ഒരു പരാതിയുമില്ല, ഒന്നുമില്ല. ഞാൻ ഈ പൊതുപ്രവർത്തന രംഗത്ത് ഇനി തുടർന്നും ഉണ്ടാകും. ഇല്ല, ഒരു നടപടിയും ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്കൊരു നടപടിക്കേണ്ട ഒരു കാര്യമില്ല. ഞാനിതിൽ ഭാഗവാക്കല്ല. ഈ തിരഞ്ഞെടുപ്പിലോ മറ്റതിലൊന്നും ഞാൻ ഭാഗവാക്കല്ല. ആ ഭാഗവാക്കല്ലാത്ത എനിക്കെതിരെ നടപടിയാണ് എടുത്തിരിക്കുന്ന പാർട്ടി. എന്താണെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനിവിടെ തന്നെ ഉണ്ടാകും. അല്ല, എന്നോട് വ്യക്തിപരമായി പ്രതികാരമുണ്ടോ എന്ന് എനിക്കറിയില്ല. ജില്ലാ എക്സിക്യൂട്ടീവായിട്ട് എന്നെ ജില്ലാ കമ്മിറ്റി യോഗത്തിനോ ഒരു സാധനത്തിനും എടുത്തിട്ടില്ല. നാടിനെയും നാട്ടുകാരെയും ഉത്സവലഹരിയിലാഴ്ത്തുന്ന ഇന്ത്യയിലെ ഗ്രാമീണ സ്ത്രീ സംരംഭകരുടെ ഏറ്റവും വലിയ വ്യാപാരോത്സവമായ ദേശീയ സരസ് മേളയ്ക്ക് തൃത്താല നിയോജക മണ്ഡലത്തിലെ ചാലിശ്ശേരി ആതിഥേയത്വം വഹിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2026 ജനുവരി 2 മുതൽ 11 വരെയാണ് സരസ് മേള നടക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള കുടുംബശ്രീ മിഷൻ കേരളത്തിൽ സംഘടിപ്പിക്കുന്ന 13ാമത് സരസ് മേളയാണ് ചരിത്രത്തിലാദ്യമായി തൃത്താലയിലെത്തുന്നത്. ചാലിശ്ശേരി മുലയംപറമ്പ് മൈതാനത്തും സമീപത്തും ക്രമീകരിച്ചിട്ടുള്ള പ്രത്യേക വേദിയിലുമാണ് മേള നടക്കുന്നത്. കേരളം ഉൾപ്പെടെ 28 സംസ്ഥാനങ്ങളിൽ നിന്നും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 250 പ്രദർശന വിപണന സ്റ്റാളുകളിൽ കരകൌശല വസ്തുക്കൾ, തുണിത്തരങ്ങൾ, ഗൃഹോപകരണങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടക്കും. ദേശീയ സരസ് മേളയുടെ ഉദ്ഘാടന സമ്മേളനം 2026 ജനുവരി 2 വൈകിട്ട് 4:30 തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി MB രാജേഷിന്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. നിയമസഭാ സ്പീക്കർ AN ഷംസീർ വിശിഷ്ടാതിഥിയാകും. വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി, അബ്ദുൾ സമദ് സമദാനി MP, VK ശ്രീകണ്ഠൻ MP എന്നിവർ ഉദ്ഘാടന സമ്മേളനത്തിൽ സംബന്ധിക്കും. സമാപന സമ്മേളന ഉദ്ഘാടനം ജനുവരി 11 വൈകിട്ട് 6 മണിക്ക് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ നിർവഹിക്കും. K രാധാകൃഷ്ണൻ MP, പ്രശസ്ത സിനിമാ താരം മഞ്ജു വാര്യർ എന്നിവർ മുഖ്യാതിഥികളായെത്തും. കൂടാതെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്, റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ, ഫിഷറീസ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു, വ്യവസായ കയർ നിയമ വകുപ്പ് മന്ത്രി P രാജീവ്, കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ്, കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി B അബ്ദുറഹ്മാൻ എന്നിവർ വിവിധ ദിവസങ്ങളിലെ സാംസ്കാരിക സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യും. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള MLA മാർ വിവിധ ദിവസങ്ങളിൽ ആശംസകൾ അർപ്പിക്കും. കേരളത്തിലെയും ഇതര സംസ്ഥാനങ്ങളിലെയും രുചിവൈവിധ്യം വിളമ്പുന്ന 30ലധികം സ്റ്റാളുകൾ അടങ്ങുന്ന മെഗാ ഇന്ത്യൻ ഫുഡ് കോർട്ട്, പ്രശസ്തമായ കലാകാരന്മാരും കലാകാരികളും അണിനിരക്കുന്ന സംഗീത നൃത്തനിശകൾ, പ്രാദേശിക കലാകാരന്മാരുടെയും കലാകാരികളുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും വൈവിധ്യമാർന്ന കലാവിഷ്കാരങ്ങൾ, തൃത്താല മണ്ഡലത്തിലെ പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന ആദരസന്ധ്യകൾ, വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ, പുഷ്പമേള, ഹാപ്പിനെസ് കോർണർ തുടങ്ങിയവയെല്ലാം മേളയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സരസുമേളയ്ക്ക് മുന്നോടിയായി ജനുവരി 1 വൈകിട്ട് 6 മണിക്ക് വൈലി മ്യൂസിക് ബാൻഡ് ഷോയും 7:30 പ്രസീത ചാലക്കുടിയുടെ നാടൻപാട്ടും ഉണ്ടാകും. സരസുമേളയുടെ ആദ്യ ദിനമായ ജനുവരി 2 മട്ടന്നൂർ ശങ്കരൻകുട്ടി, ശരത്, പ്രകാശ് ഉള്ളേരി എന്നിവർ അവതരിപ്പിക്കുന്ന ത്രയ മ്യൂസിക്കൽ ഫ്യൂഷൻ, 2ാം ദിനത്തിൽ സിനിമാ താരം നവ്യ നായർ അവതരിപ്പിക്കുന്ന സോളോ ഭരതനാട്യം കച്ചേരി, 3ാം ദിനത്തിൽ റിമി ടോമി അവതരിപ്പിക്കുന്ന ലൈവ് മ്യൂസിക് ഷോ, 4ാം ദിനത്തിൽ പ്രശസ്ത ഗായിക പുഷ്പാവതി അവതരിപ്പിക്കുന്ന ഗാനസന്ധ്യ, 5ാം ദിനത്തിൽ RLV രാമകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന
മോഹിനിയാട്ടവും ഗംഗാ ശശിധരന്റെ വയലിൻ മ്യൂസിക്കും 6-ാം ദിനം ഷഹബാസ് അമൻ അവതരിപ്പിക്കുന്ന ലൈവ് മ്യൂസിക് ഷോ, 7-ാം ദിനം ബിൻസിയും ഇമാമും അവതരിപ്പിക്കുന്ന സൂഫി മിസ്റ്റിക് സംഗീതം, 8-ാം ദിനത്തിൽ സൂരജ് സന്തോഷ് അവതരിപ്പിക്കുന്ന ലൈവ് ഷോ, 9-ാം ദിനത്തിൽ സ്റ്റീഫൻ ദേവസി അവതരിപ്പിക്കുന്ന ബാൻഡ് ലൈവ്, സരസ്മേളയുടെ അവസാന ദിനത്തിൽ പ്രശസ്ത ഗായിക സിതാര കൃഷ്ണകുമാറിന്റെ പ്രൊജക്ട് മലബാരിക്കസ് മ്യൂസിക് ഷോ എന്നിങ്ങനെ നിരവധി കലാപരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ പ്രാദേശിക കലാകാരന്മാരുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും കലാപരിപാടികളും ഉണ്ടാകും. തൃത്താലയിലെ കലാസാംസ്കാരിക രംഗത്ത് മികവ് പുലർത്തിയ 300-ൽ പരം വ്യക്തികളെ മേളയിൽ ആദരിക്കും. സരസ്മേളയുടെ ഭാഗമായി 50 രൂപ മാത്രം വില വരുന്ന സമ്മാന കൂപ്പണിൽ നിരവധി സമ്മാനങ്ങളാണ് വിജയികൾക്ക് ലഭിക്കുക. 1-ാം സമ്മാനം സ്വിഫ്റ്റ് കാർ, 2-ാം സമ്മാനമായി ബൈക്ക്, 3-ാം സമ്മാനമായി LED TV, 4-ാം സമ്മാനമായി ഫ്രിഡ്ജ് എന്നിവ ലഭിക്കും. ഇതുകൂടാതെ സ്വർണ്ണ നാണയങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളുമുണ്ട്. സരസ്മേളയുടെ സമാപനത്തോടനുബന്ധിച്ചാണ് നറുക്കെടുപ്പ്. തൃത്താല മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലായി 33 ഏക്കറിൽ സരസ്മേള ഫുഡ് കോർട്ടിലേക്ക് ആവശ്യമായ വിവിധയിനം പച്ചക്കറികൾ കുടുംബശ്രീ അംഗങ്ങളും സംഘകൃഷി ഗ്രൂപ്പുകളും കൃഷി ചെയ്തു വരുന്നുണ്ട്. മേളയോടടുക്കുന്ന ദിവസങ്ങളിൽ പച്ചക്കറികൾ വിളവെടുപ്പും നടക്കും. കുടുംബശ്രീ മിഷൻ പാലക്കാട് ജില്ലാ ഓഫീസർ P. ഉണ്ണികൃഷ്ണൻ, തൃശൂർ ജില്ലാ ഓഫീസർ അഭിജിത്ത് K. ദീപക്, പാലക്കാട് ജില്ലാ അസിസ്റ്റന്റ് PB സുഭാഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ദേശീയ സരസ്മേളയുടെ പ്രചരണത്തിന്റെ ഭാഗമായി തൃത്താല കൂട്ടുപാത മുതൽ ചാലിശ്ശേരി വരെ മിനി മാരത്തോൺ നടത്തി. റൺ ഫോർ യൂണിറ്റി, ഡൈവേഴ്സിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മാരത്തോൺ സംഘടിപ്പിച്ചത്. ഷൊർണൂർ MLA P. മമ്മിക്കുട്ടി മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. സന്തോഷ് ട്രോഫി താരം മുഹമ്മദ് നിയാസ്, പാരാ ഫുട്ബോൾ 2025 ഉജ്ജ്വലബാല്യം പുരസ്കാര ജേതാവ് ലെനിൻ ചാലിശ്ശേരി എന്നിവർ മാരത്തോണിൽ പങ്കെടുത്തു. 1-ാം സമ്മാനം അജിത് K. കൊല്ലങ്കോട്, 2-ാം സമ്മാനം പ്രണവ് S. മേലാർക്കോട്, 3-ാം സമ്മാനം ഹരികൃഷ്ണൻ P. ചാലിശ്ശേരി എന്നിവർ കരസ്ഥമാക്കി. വനിതാ വിഭാഗത്തിൽ ഊഷ്മ NP പെരിങ്ങോട് 1-ാം സ്ഥാനവും ഡോക്ടർ രാധിക ശ്രീകുമാർ പെരിങ്ങോട് 2-ാം സ്ഥാനവും തിലകം PT കോതച്ചിറ 3-ാം സ്ഥാനവും നേടി. മാരത്തണിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കൂടിയ വനിത എന്ന നേട്ടത്തിന് പെരിങ്ങോട് റണ്ണേഴ്സ് ക്ലബ് അംഗമായ 68 വയസ്സുള്ള കോമളവല്ലി അർഹയായി. മാരത്തോൺ വിജയികൾക്ക് സരസ്മേളയിൽ വെച്ച് കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ ക്യാഷ് പ്രൈസുകൾ നൽകും. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, AEO K. പ്രസാദ്, ജില്ലാ മിഷൻ കോർഡിനേറ്റർ P. ഉണ്ണികൃഷ്ണൻ, അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ PB സുഭാഷ്, നവകേരള മിഷൻ കോർഡിനേറ്റർ P. സൈദലവി, മറ്റ് സബ് കമ്മിറ്റി ചെയർമാൻമാർ, വർക്കിംഗ് കൺവീനർമാർ, ബ്ലോക്ക് കോർഡിനേറ്റർമാർ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. കൊച്ചിയിലെ ഇന്ധന ശുചീകരണശാലയിലേക്ക് പൈപ്പുകളുമായി വന്ന കൂറ്റൻ ട്രെയിലറുകൾ ദേശീയപാതയിൽ വൻ ഗതാഗതക്കുരുക്ക് സൃഷ്ടിച്ചു. മംഗലാപുരത്ത് നിന്ന് കൊച്ചി അമ്പലമുകളിലെ BPCL റിഫൈനറിലേക്ക് യന്ത്രഭാഗങ്ങൾ കൊണ്ടുപോവുകയായിരുന്ന 2 കൂറ്റൻ ഹൈഡ്രോളിക് ട്രെയിലറുകളാണ് ഗതാഗതക്കുരുക്കിനിടയാക്കിയത്. 46 ചക്രമുള്ള വലിയ ലോറിയിൽ പൈപ്പുമായി ചൊവ്വാഴ്ച വൈകിട്ടാണ് ട്രെയിലറുകൾ കടന്നുപോയത്. മലപ്പുറം ജില്ലാ അതിർത്തിയായ അണ്ടത്തോട് തങ്ങൾപ്പടി വരെ ദേശീയപാത 66 നിർമ്മാണം ഏറെക്കുറെ കഴിഞ്ഞതിനാൽ പുറകിൽ വരുന്ന വാഹനങ്ങൾക്ക് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. പിന്നീട് സർവീസ് റോഡിലേക്ക് പ്രവേശിച്ചതോടെ ബസ്സുകളടക്കം നിരവധി വാഹനങ്ങളാണ് ട്രെയിലറുകളെ മറികടക്കാനാകാതെ ദുരിതത്തിലായത്. പിന്നീട് മന്നലാംകുന്ന് നയാര പെട്രോൾ പമ്പിന് മുമ്പിൽ ലോറികൾ നിർത്തി പുറകിലുള്ള വാഹനങ്ങളുടെ പമ്പിനകത്തൂടെ കടത്തിവിട്ട് തിരക്കൊഴിവാക്കി. പിന്നീട് വാഹനങ്ങൾ ചാവക്കാട് മണത്തലയിൽ എത്തിയതോടെ 2 കിലോമീറ്ററോളം വാഹനങ്ങളുടെ വലിയ നിര തന്നെ ഉണ്ടായിരുന്നു. ദീർഘദൂര KSRTC ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഗതാഗതക്കുരുക്കിലമർന്നു. ഈ മാസം 23-നാണ് മംഗലാപുരത്ത് നിന്ന് ട്രെയിലറുകൾ പുറപ്പെട്ടത്. ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ മണത്തല അയിനപ്പുള്ളി ദേശീയപാതയിൽ ട്രെയിലറുകൾ നിർത്തിയിട്ടു. നാളെ സർവേയർ എത്തി പാത ഒഴിഞ്ഞതിന് ശേഷമേ വാഹനങ്ങൾ പുറപ്പെടുകയുള്ളൂ. സംസ്ഥാന സർക്കാരിന്റെ പുതുവർഷ സമ്മാനം. കേച്ചേരി ജംഗ്ഷൻ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് 126 കോടി രൂപയ്ക്ക് അംഗീകാരം നൽകി കിഫ്ബി. കിഫ്ബിയുടെ 55-ാം ജനറൽ ബോഡി യോഗത്തിലാണ് പദ്ധതിയുടെ ഭൂമി ഏറ്റെടുപ്പ് ചെലവിനുള്ള ഫണ്ടിങ്ങിന് അന്തിമ അംഗീകാരമായത്. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തി യാഥാർത്ഥ്യമായതോടെ കേച്ചേരിയിലെ ഗതാഗതക്കുരുക്ക് ക്രമാതീതമായിരുന്നു. മണലൂർ MLA മുരളി പെരുന്നെല്ലിക്കൊപ്പം AC മൊയ്തീൻ MLAയുടെയും ശ്രമഫലമായാണ് കിഫ്ബി സാമ്പത്തികാനുമതി ലഭ്യമാക്കിയിട്ടുള്ളത്. ദീർഘനാളായുള്ള ഈ പ്രദേശത്തുകാരുടെ കാത്തിരിപ്പിന് കേച്ചേരി ജംഗ്ഷൻ വികസനത്തോടെ വിരാമമാകും. ആദ്യഘട്ടമായി കേച്ചേരി ബൈപ്പാസ് റോഡുമായി ബന്ധിപ്പിക്കുന്ന ഭാഗവും ജംഗ്ഷനുമാണ് മെച്ചപ്പെടുത്തുക. ഫോറം ജംഗ്ഷൻ രൂപത്തിൽ തൃശൂർ ഭാഗത്തേക്ക് 100 മീറ്ററും കുറ്റിപ്പുറം ഭാഗത്തേക്ക് 100 മീറ്ററും വേലൂർ റോഡിൽ 200 മീറ്ററും മറ്റം റോഡിൽ 70 മീറ്ററും ദൈർഘ്യത്തിലാണ് റോഡ് വികസനം നടത്തുന്നത്. പദ്ധതിക്കായി ഏകദേശം 225 സെന്റ് ഭൂമി ഏറ്റെടുക്കേണ്ടി വരും.
കേച്ചേരി ജംഗ്ഷന്റെ ഉയർന്ന വാണിജ്യ സാധ്യതയും പ്രദേശത്തിന്റെ നിലവിലെ വിപണി മൂല്യവും കണക്കിലെടുത്ത് രജിസ്ട്രേഷൻ വകുപ്പിന്റെ ഫെയർ വാല്യൂ അടിസ്ഥാനമാക്കിയാണ് ഭൂമി വില നിർണ്ണയിച്ചത്. കേരള റോഡ് ഫണ്ട് ബോർഡിനാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല. ഭൂമി ഏറ്റെടുപ്പ് നടപടികളിൽ ഗണ്യമായ പുരോഗതി ഉണ്ടാകുന്നതിന് ശേഷം മാത്രമേ സിവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുള്ളൂ. പദ്ധതി പൂർത്തിയാകുന്നതോടെ കേച്ചേരി ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് കുറയുകയും തൃശൂർ, കുന്നംകുളം, കുറ്റിപ്പുറം മേഖലകളിലേക്കുള്ള യാത്ര കൂടുതൽ സുഗമമാവുകയും ചെയ്യും. ഇതോടെ ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു വാഗ്ദാനം കൂടി നടപ്പിലാവുകയാണെന്ന് മുരളി പെരുന്നലി MLA പറഞ്ഞു. കേച്ചേരി പഞ്ചത്തടം ബൈപ്പാസ് യാഥാർത്ഥ്യമായതോടുകൂടി വടക്കൻ മേഖലയിൽ നിന്ന്, കോഴിക്കോടും അതിനപ്പുറത്തുള്ള മേഖലയിൽ നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നതാണ് റോഡ്. പക്ഷേ ആ റോഡ് വന്ന് മുട്ടുന്നത് കേച്ചേരി ജംഗ്ഷനിലാണ്. ആ ജംഗ്ഷൻ ഇടുങ്ങി കിടക്കുകയാണ്. അപ്പോൾ ആദ്യ ഫേസ് എന്ന നിലയിൽ തൃശ്ശൂർ കുറ്റിപ്പുറം റോഡിൽ മഴുവഞ്ചേരി ചുണ്ടൽ റോഡിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ കേച്ചേരി ജംഗ്ഷൻ വികസനത്തിന് വേണ്ടി 126 കോടി രൂപയുടെ ഇപ്പോൾ അനുമതി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. 225 സെൻറ്റ് ഭൂമി അടക്കം അത് ഏറ്റെടുക്കേണ്ട നടപടിക്രമം എടുക്കേണ്ടതുണ്ട്. ഏതായാലും ഈ റോഡിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ ഈ നടപടി പര്യാപ്തമാകും എന്നാണ്. എളവള്ളി പഞ്ചായത്തിലെ പണ്ടാരക്കാട് വീട് കത്തിനശിച്ചു. പണ്ടാരക്കാട് കരുമത്തിൽ ഷൈജുവിന്റെ ഓടിട്ട വീടാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. കഴിഞ്ഞ ദിവസം രാവിലെ 10:30യോടെയാണ് വീട് കത്തിയത്. വീട്ടിൽ തനിച്ച് താമസിക്കുന്ന ഷൈജു ഭക്ഷണം പാചകം ചെയ്യുന്നതിനായി അടുപ്പിൽ തീ കത്തിച്ച ശേഷം ഉറങ്ങിപ്പോയി. അടുപ്പിൽ നിന്ന് തീ പടർന്ന് വീട് കത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരുടെ സംയോജിത ഇടപെടലിനെ തുടർന്നാണ് ഷൈജുവിനെ വീടിന് പുറത്തെത്തിച്ചത്. ഗുരുവായൂരിൽ നിന്നെത്തി ഫയർഫോഴ്സും പവർട്ടി പോലീസും സ്ഥലത്തെത്തി തീയണച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആഷിഖ് വലിയകത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സനൽ കുന്നത്തുള്ളി, ചിത്ര രതീഷ് എന്നിവർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിലും പദ്ധതിയുടെ നടത്തിപ്പിലും മാറ്റം വരുത്തിയ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നടപടിയിൽ പ്രതിഷേധിച്ച് AICC ആഹ്വാനപ്രകാരം കോൺഗ്രസ് കണ്ടാണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. മറ്റം സെന്ററിൽ നടന്ന പ്രതിഷേധ സമരം KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് NA നൌഷാദ്, അഡ്വക്കേറ്റ് PV നിവാസ്, AM മൊയ്തീൻ, KS വാസു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോൺ കാക്കശ്ശേരി, സിമി സ്റ്റെൽസൺ, ആൻലി ജിബിൻ, ലിയ ജോജോ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സെൽബിൻ മറ്റം എന്നിവർ സംസാരിച്ചു. മറ്റം സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ, കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. 57ാമത് കാലിക്കറ്റ് സർവകലാശാല ഇന്റർ കോളേജിയേറ്റ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ബുധനാഴ്ച തുടക്കമാകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുന്നംകുളം ബദാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസാണ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. കുന്നംകുളം മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സിന്തറ്റിക് ട്രാക്കും സ്റ്റേഡിയവും വേദിയാകും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുൻനിരയിലുള്ള കായിക താരങ്ങൾ പങ്കെടുക്കുന്ന ഈ ചാമ്പ്യൻഷിപ്പിൽ 1500-ൽ പരം കായിക താരങ്ങൾ 125ഓളം കോളേജുകളെ പ്രതിനിധീകരിച്ച് മാറ്റുരയ്ക്കും. പുരുഷ, വനിത, ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. 2024-25 വർഷത്തെ ചാമ്പ്യന്മാരായ തൃശൂർ സെന്റ് തോമസ് കോളേജ്, രണ്ടാം സ്ഥാനക്കാരായ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജും തമ്മിലാണ് പുരുഷ വിഭാഗത്തിലെ പ്രധാന കിരീട പോരാട്ടം. വനിതാ വിഭാഗത്തിൽ ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുട, വിമല കോളേജ് തൃശൂർ, മേഴ്സി കോളേജ് പാലക്കാട് എന്നിവർ കിരീടത്തിനായി ശക്തമായ പോരാട്ടം കാഴ്ചവെക്കും. 2025 ഡിസംബർ 31, 2026 ജനുവരി 1, 2 തീയതികളിൽ നടക്കുന്ന മീറ്റ് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ P. രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ കൂടിയായ AC മൊയ്തീൻ MLA അധ്യക്ഷനാകും. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, സർവകലാശാല കായിക വിഭാഗത്തിന്റെ ചാർജ് വഹിക്കുന്ന സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് MB ഫൈസൽ, മറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരിക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കായിക വിഭാഗം മേധാവി ഡോക്ടർ സക്കീർ ഹുസൈൻ ചാമ്പ്യൻഷിപ്പിനെക്കുറിച്ച് വിശദീകരിക്കും. മലങ്കര ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രോപൊലിത്ത, തൃശൂർ ജില്ലയുടെ അഭിമാനമായ ഒളിമ്പ്യൻ ലിജോ ഡേവിഡ് തോട്ടാൻ എന്നിവർ മുഖ്യാതിഥികളാകും. കുന്നംകുളത്തെ സംബന്ധിച്ച് മുൻപ് സംസ്ഥാന കായികമേളയ്ക്ക് ആതിഥേയം വഹിച്ച ഒരു അനുഭവം കൂടിയുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലെ വിവിധ കോളേജുകളിൽ നിന്ന് വരുന്ന കായിക പ്രതിഭകൾക്ക് മാറ്റുരയ്ക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ അവസരങ്ങളും നമ്മളിവിടെ ഒതുക്കിയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായും ഏറെ സന്തോഷത്തോടെ തന്നെയാണ് കുന്നംകുളം അവരെ സ്വാഗതം ചെയ്യുന്നത്. ആശങ്കകളുണ്ടായിരുന്നു. കാരണം ഞാൻ ഇങ്ങനത്തെ ഒരെണ്ണം കാണാൻ പോലും ഒരു സ്റ്റേഡിയത്തിലോ എവിടെയും പോയിട്ടില്ല എൻ്റെ കലാലയ ജീവിത സമയങ്ങളിലൊന്നും. എന്നാൽ ആശങ്കകൾ മാറാൻ എനിക്ക് ഒന്നാമത്തെ കാരണം എൻ്റെ ജോഷി സാറാണ്.
യൂണിവേഴ്സിറ്റിയുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുന്ന സാറ് കൂടെ ഉണ്ടെന്നുള്ളത്. 2, ഇത് നടക്കാൻ പോകുന്ന കുന്നംകുളത്തല്ലേ, എല്ലാം നടത്തി പരിചയമുള്ള കുന്നംകുളം, ഏത് കാര്യങ്ങളെയും ഹൃദയത്തിൽ ചേർത്ത് സ്വീകരിക്കുന്ന കുന്നംകുളം, ആ കുന്നംകുളം കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ യേസു പറഞ്ഞു. മൊത്തം നമ്മുടെ യൂണിവേഴ്സിറ്റി രജിസ്റ്റർ ചെയ്ത് 1048 കായികതാരങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. 1148 കായികതാരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. 113 കോളേജുകളിൽ നിന്നായിട്ടാണ് ഇവരിവിടെ മാറ്റിവയ്ക്കുന്നത്. അതിനകത്ത് 3 വിഭാഗങ്ങളിലായി, മെയിൽ, ഫീമെയിൽ ആൻഡ് ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളിലായി 48 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക. 3 ദിവസങ്ങളായി മത്സരങ്ങൾ നടക്കും. നിരവധിയായി വന്നിട്ടുള്ള അന്തർദേശീയ താരങ്ങൾ ഈ മീറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അത്ലറ്റിക് മീറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന അത്ലറ്റിക് മീറ്റാണ്. ഒരു കോളേജിൽ തന്നെ ഒരു ഇനത്തിൽ 2 കുട്ടികൾക്ക് പങ്കെടുക്കാവുന്ന വിധത്തിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അത്ലറ്റിക് മീറ്റാണ്. ഇവിടുന്ന് തന്നെ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ ഇഷ്യൂ ചെയ്യും. നേരത്തെ ഈ സർട്ടിഫിക്കറ്റുകൾ റിസൾട്ടായി അതിൻ്റെ ഒരു കാലതാമസം എടുത്തിരുന്നു. ഇത് ആദ്യമായി സോഫ്റ്റ്വെയർ മുഖാന്തരം, ചാമ്പ്യൻ എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ മുഖാന്തരം നമ്മൾ ഇവിടെ വെച്ച് തന്നെ സർട്ടിഫിക്കറ്റുകൾ മുഴുവൻ കൊടുത്ത് അതിൻ്റെ ചടങ്ങുകൾ മുഴുവൻ പൂർത്തീകരിക്കും. 2-ാം തീയതി ഈ മേള അവസാനിക്കുന്നതോടെ മുഴുവൻ ആളുകൾക്കും മുഴുവൻ കായിക താരങ്ങൾക്കും അവരുടെ മെറിറ്റ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുന്നതായിരിക്കും. ഇതാണ് ഈ മേള എല്ലാം കൊണ്ട് സവിശേഷമാർന്നതാണ്. 57ാമത് മേള. ഇത് ആദ്യമായൊരു സെൽഫ് ഫിനാൻസിങ് കോളേജിന് തയ്യാറാവുന്നു. യൂണിവേഴ്സിറ്റിയിൽ നിന്നല്ലാതെ അവിടുത്തെ മുഴുവൻ സംവിധാനങ്ങളും ഇങ്ങോട്ട് പറിച്ചു നട്ടൊരു മേള നടത്തുക എന്ന് പറയുന്നതിൻ്റെ എല്ലാ സന്തോഷവും ആശങ്കയും ഒക്കെ ഇവിടെയുണ്ട്. ആശങ്കകളെല്ലാം പരിഹരിക്കപ്പെട്ടു. കായിക താരങ്ങളെല്ലാം എത്തി. വിവിധ സ്ഥലങ്ങളിലായി ഒഫീഷ്യൽസ് എല്ലാം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. രാവിലെ ആസ് യൂഷ്വൽ മേള ആരംഭിക്കും. 6 മണിക്ക് തന്നെ. നമുക്കിവിടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യമായിട്ടാണ് ഒരു മേളയിൽ സർട്ടിഫിക്കറ്റ് അടക്കം നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. അത് കുന്നംകുളം ആയതുകൊണ്ട് കൂടി നമ്മൾ ധൈര്യത്തോടു കൂടി അത് ഏറ്റെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം അതിനുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഒരുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം കുന്നംകുളത്തുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതിന് പ്രാപ്തരായിട്ടുള്ള കമ്പ്യൂട്ടർ ടെക്നോളജി വിശ്വാസ് കമ്പ്യൂട്ടേഴ്സ് അതിന് തയ്യാറായിട്ടുണ്ട്. അവരിന്നും 3 ദിവസം ഫുള്ളായിട്ട് ഇവിടെ അതിനുവേണ്ടി എല്ലാ കാര്യം ഉണ്ടാവും. ഒപ്പം തന്നെ അത്ലറ്റിക് അസോസിയേഷൻ അവരിലെ ആളുകളൊക്കെ തന്നെ ഇന്നിപ്പോൾ നമ്മുടെ പത്രസമ്മേളനത്തിന് പങ്കെടുത്തിരുന്നു. അവരൊക്കെ തന്നെ ഇതിൻ്റെ പിന്നിലുള്ളതുകൊണ്ട് നമുക്ക് വളരെ സന്തോഷവും വളരെ ധൈര്യവും നമുക്ക് തരുന്നത് തന്നെയാണ് കാര്യം. ഒരുപക്ഷെ ഇത് കുന്നംകുളത്തിന് പുതിയൊരു അനുഭവമാണ്. മുൻകാലങ്ങളിൽ ബാസ്ക്കറ്റ് ബോളിൻ്റെ സംസ്ഥാനതല മത്സരങ്ങളൊക്കെ നടന്നിരുന്നുവെങ്കിൽ അടുത്ത കാലത്തായി ഈ സ്പോർട്സ് സമുച്ചയം ഇവിടെ വന്നതോടുകൂടി വിവിധങ്ങളായ മത്സരങ്ങൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം വിജയകരമായി നടത്തിയ ഒരു അനുഭവമാണ് കുന്നംകുളത്തിനുള്ളത്. ഇതും ഏറ്റവും വിജയകരമായി നടത്തുന്നതിന് വേണ്ടി സംഘാടക സമിതി രൂപീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ അടുത്ത കാലത്തായി കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന കുറേ അധികം അധ്യാപകർ തന്നെ ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് ഉദാഹരണം കുന്നംകുളം ബോയ്സ് ഹൈസ്കൂൾ ശ്രീനേഷ് എന്ന് പറഞ്ഞ മാഷുണ്ട്. അദ്ദേഹമാണ് ഈ സ്പോർട്സിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ആ ഒരു ആത്മവിശ്വാസം, ഈ കായിക താരങ്ങളുടെ ഒരു കൂട്ടായ്മ, അവരുടെ നേതൃത്വപരമായ പങ്ക് ഒക്കെ ഇത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി കാരണമാകും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അന്തർദേശീയ താരങ്ങളായ 2022 കുവൈറ്റിൽ നടന്ന ഏഷ്യൻ യൂത്ത് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ഡിസ്കസ് ത്രോയിൽ സിൽവർ മെഡൽ നേടിയ KC സർവൻ, 2023 ഏഷ്യൻ യൂത്ത് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഷോട്ട്പുട്ടിൽ വെങ്കലവും 2023 കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിൽ ഷോട്ട്പുട്ടിൽ വെങ്കലവും നേടിയിട്ടുള്ള VS അനുപ്രിയ, 2024-25 വേൾഡ് യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് 110 മീറ്റർ മത്സരിച്ച റാഹിൽ സക്കീർ, 2024-25 വേൾഡ് യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിച്ച B അനഘ തുടങ്ങിയ കായിക പ്രതിഭകളുടെ സാന്നിധ്യം മേളയ്ക്ക് കൂടുതൽ ആവേശം പകരുന്നു. മാംഗ്ലൂർ അൽവാസ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന അന്തർ സർവകലാശാല മത്സരത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിക്കുന്ന കായിക താരങ്ങളെ ഈ മേളയിൽ നിന്നുമാണ് തിരഞ്ഞെടുക്കുകയെന്നും സംഘാടകരായ ഫാദർ ബെഞ്ചമിൻ OIC, ഡോക്ടർ CL ജോഷി, ഡോക്ടർ KS ഹരിദയാൽ, മാത്യു ഐസക്, PM ശ്രീനേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതയായ ഇടത്തിരികത്തുകാവിൽ ഭഗവതിക്ക് താലപ്പൊലി സംഘം വക താലപ്പൊലി നടക്കുന്നതിനാൽ ജനുവരി 5-നും ദേവസ്വം വക താലപ്പൊലി നടക്കുന്ന ഫെബ്രുവരി 6-നും ക്ഷേത്രനട രാവിലെ 11:30 അടയ്ക്കും. ഉച്ചയ്ക്ക് പുറത്തേക്ക് എഴുന്നള്ളിപ്പുള്ളതിനാലാണിത്. ഈ 2 ദിവസങ്ങളിലും നടയടച്ചാൽ ഭക്തർക്ക് ദർശന സൗകര്യം ഉണ്ടാകില്ല. വിവാഹം, ചോറൂൺ, തുലാഭാരം, മറ്റു വഴിപാടുകളും നടത്താനാകില്ല. ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് ശേഷം വൈകിട്ട് പതിവ് പോലെ ക്ഷേത്ര ദർശന സൗകര്യം തുടരുമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ച് ഭക്തർക്ക് നെല്ലുവായ് ശ്രീ വനദുർഗ കരിങ്കുട്ടി ക്ഷേത്രത്തിലെ മാതൃസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ സംഭാരം നൽകി. 25 അംഗങ്ങളാണ് മാതൃസംഘത്തിലുള്ളത്. 75 ലിറ്റർ മോരാണ് ഇതിനായി ഉപയോഗിച്ചത്. പ്രസിഡന്റ് ഷീജ ആനന്ദൻ, സെക്രട്ടറി ബിനിത അജയൻ, ട്രഷറർ സുജിത് നാരായണൻ എന്നിവർ നേതൃത്വം നൽകി.
22 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കുന്നംകുളത്ത് രക്തരക്ഷസ് ഇറങ്ങുന്നു. മലയാള നാടകവേദിയിൽ ചരിത്രം സൃഷ്ടിച്ച കലാനിലയത്തിന്റെ രക്തരക്ഷസ് എന്ന നാടകം ജനുവരി 2 മുതൽ കുന്നംകുളത്ത് അരങ്ങേറുമെന്ന് ക്രിയേറ്റീവ് ഡയറക്ടർ അനന്തപത്മനാഭൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആസ്വാദകരിൽ അമ്പരപ്പും അത്ഭുതവും സൃഷ്ടിച്ചുകൊണ്ട് കലാനിലയം 22 വർഷങ്ങൾക്ക് ശേഷം കുന്നംകുളം ചെറുവത്തൂർ ഗ്രൗണ്ടിൽ അരങ്ങൊരുക്കുന്നു. കലാനിലയം കൃഷ്ണൻ നായരുടെ നാടക പ്രവർത്തനങ്ങൾക്ക് 90 വയസ്സ് പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് രക്തരക്ഷസ് വീണ്ടും കുന്നംകുളത്ത് അവതരണത്തിനൊരുങ്ങുന്നത്. 62 വർഷം പിന്നിടുന്ന കലാനിലയം സ്ഥിരം നാടകവേദി കഴിഞ്ഞ 52 വർഷമായി തുടർച്ചയായി ജൈത്രയാത്ര തുടരുകയാണ്. ഉള്ളടക്കത്തിലും അവതരണത്തിലും ധാരാളം പുതുമകളുമായാണ് രക്തരക്ഷസ് വീണ്ടും എത്തുന്നത്. ഏരീസ് എന്ന മൾട്ടിനാഷണൽ കമ്പനിയുമായി സഹകരിച്ച് ഏരീസ് കലാനിലയം എന്ന പേരിലാണ് ഇപ്പോൾ നാടകങ്ങൾ അവതരിപ്പിക്കുന്നത്. കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ അരങ്ങിൽ വിസ്മയങ്ങൾ തീർക്കുകയാണ് കലാനിലയം കൃഷ്ണൻ നായരുടെ മകനായ അനന്തപത്മനാഭൻ. ഞൊടിയിടയിൽ മാറിമറയുന്ന സെറ്റിങ്ങുകൾ, വിമാനവും കാറും കൊടുങ്കാറ്റും വെള്ളച്ചാട്ടവും ബഹുനില മന്ദിരവും മനോഹരമായ ഉദ്യാനവും പിന്നെ കാണികളുടെ ചോര തണുത്തുറഞ്ഞു പോകുന്ന വിധത്തിൽ നിമിഷനേരം കൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന അതിഭീകരരൂപിണിയായ രക്ഷസിൻ്റെ രംഗപ്രവേശവും പ്രേക്ഷകരെ കോരിത്തെരിപ്പിക്കുന്ന പുതിയ ദൃശ്യാനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. ജനപ്രീതിയുടെ ഉയരങ്ങളിൽ കൊണ്ടെത്തിക്കുന്ന ഈ നാടകം മികച്ച കാഴ്ചാനുഭവമാണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത്. ലോക നാടക ചരിത്രത്തിൽ ഒരുപക്ഷെ ഒരു നാടകത്തിന് രണ്ടാം ഭാഗം ഉണ്ടാകാൻ പോകുന്നത് കലാനിലയത്തിൻ്റെ രക്തരക്ഷസിൽ കൂടിയായിരിക്കാം. ഇപ്പോൾ അവതരിപ്പിക്കുന്ന രക്തരക്ഷസ് ചാപ്റ്റർ 1ൻ്റെ രണ്ടാം ഭാഗമായ ചാപ്റ്റർ 2 അധികം വൈകാതെ തന്നെ അരങ്ങിലെത്തിക്കാനും പദ്ധതിയുള്ളതായി അനന്തപത്മനാഭൻ വ്യക്തമാക്കി. ഒരു 22 വർഷങ്ങൾക്ക് ശേഷം കലാനിലയം കുന്നംകുളത്തേക്ക് വരികയാണ്. കലാനിലയവും കുന്നംകുളവും തമ്മിൽ വലിയ ബന്ധം കൊണ്ട ഒരു സ്ഥലമാണ് കുന്നംകുളം. കാരണം എൻ്റെ അച്ഛനുള്ള സമയത്ത് 1950 കാലഘട്ടം തൊട്ട് കുന്നംകുളത്ത് നാടകം അവതരിപ്പിക്കാറുള്ളതാണ്. കലാനിലയത്തിൻ്റെ നാടകത്തിനെ പറ്റി പറയുമ്പോൾ ആദ്യം എല്ലാവരുടെയും മനസ്സിൽ വരുന്നതാണ് രക്തരക്ഷസ്. ഈ തലമുറ അത് ആസ്വദിക്കില്ല. അപ്പം അതുകൊണ്ട് അതിന് ടെക്നിക്കലി വളരെയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. 10,000 ചതുരശ്ര അടിയിൽ ശീതീകരിച്ച ഓഡിറ്റോറിയത്തിലാണ് നാടകാവതരണം നടക്കുക. ജനുവരി 2-ന് AC മൊയ്തീൻ MLA നാടകാവതരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർമാൻ PG ജയപ്രകാശ് എന്നിവർ മുഖ്യാതിഥികളാകും. 500, 400, 200 എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്കുകൾ. 500-ൻ്റേത് പുഷ്ബാക്ക് സീറ്റുകളാണ്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 വരെ കലാനിലയം ഓഫീസിൽ നിന്നും സീറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. ഓൺലൈനായി ടിക്കറ്റുകൾ www.eriskalaanilayam.com-ൽ ബുക്ക് ചെയ്യാവുന്നതാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 6 മണിക്കും 9 മണിക്കും 2 അവതരണങ്ങൾ. ശനി, ഞായർ ദിവസങ്ങളിൽ 2 മണിക്ക് മാറ്റിനിയും ഉണ്ടാകുമെന്നും അനന്തപത്മനാഭൻ അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ TVSന്റെ പുതിയ മോഡൽ ബൈക്ക് വഴിപാടായി ലഭിച്ചു. TVS അപ്പാച്ചെ RTX ആണ് സമർപ്പിച്ചത്. കിഴക്കേ ഗോപുര കവാടത്തിലെ ദീപസ്തംഭത്തിന് മുന്നിൽ നടന്ന ചടങ്ങിൽ TVS മോട്ടോർ കമ്പനി CEO KN രാധാകൃഷ്ണനിൽ നിന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ബൈക്കിന്റെ താക്കോലും രേഖകളും ഏറ്റുവാങ്ങി. വാഹനപൂജയ്ക്ക് ശേഷമായിരുന്നു ചടങ്ങ്. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ, മനോജ് B നായർ, KS ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, DAKS മായാദേവി, അസിസ്റ്റന്റ് മാനേജർമാരായ രാമകൃഷ്ണൻ, അനിൽകുമാർ, TVS ഏരിയ മാനേജർ പ്രസാദ് കൃഷ്ണ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ അർദ്ധവാർഷിക പൊതുയോഗവും CP ബേബി മെമ്മോറിയൽ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിദ്യാഭ്യാസ അവാർഡ് വിതരണം, നഗരസഭാ കൗൺസിലർമാർക്കുള്ള സ്വീകരണവും സംഘടിപ്പിച്ചു. വ്യാപാര ഭവനിൽ ചേംബർ പ്രസിഡന്റ് KP സാക്സന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ചവർക്കുള്ള അവാർഡ് വിതരണം കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ നിർവഹിച്ചു. കലാകായിക മേഖലകളിൽ നേട്ടം കൈവരിച്ചവർക്കുള്ള പുരസ്കാരങ്ങൾ നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് വിതരണം ചെയ്തു. വിവിധ ജീവകാരുണ്യ സ്ഥാപനങ്ങൾക്കുള്ള സഹായധന വിതരണം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി MK പോൾസൺ നിർവഹിച്ചു. നിയോജക മണ്ഡലം ജനറൽ കൺവീനർ സോണി സക്രിയ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ചേംബർ സെക്രട്ടറി KM അബൂബക്കർ, വൈസ് പ്രസിഡന്റുമാരായ KT അബ്ദു, KK സുബിദാസ്, ജോയിന്റ് സെക്രട്ടറിമാരായ രാജു B ചുങ്കത്ത്, AA ഹസൻ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം നഗരസഭയിലെ കൗൺസിലർമാരെ ചടങ്ങിൽ ആദരിച്ചു. മക്കളുടെ അഭിരുചി എന്താണോ ആ അഭിരുചിക്കനുസരിച്ച് അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ അവരെ സഹായിക്കുക എന്നുള്ളതാണ്
ഉപദേശമാണ് ഈ സമയത്ത് പറയാനുള്ളത്. ആദിവാസി പട്ടികജാതി ഉന്നതിയിൽ അധിവസിക്കുന്നവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഗാന്ധി ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി മുൻ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല പുന്നയൂർ പഞ്ചായത്തിലെ അകലാടുള്ള പട്ടികജാതി ഉന്നതി സന്ദർശിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രമേശ് ചെന്നിത്തല KPCC അധ്യക്ഷനായിരുന്ന കാലത്ത് പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും വേണ്ടിയാണ് ഗാന്ധി ഗ്രാമം പദ്ധതിക്ക് തുടക്കമിട്ടത്. ആദ്യ തവണ കോളനി വികസനത്തിനായി സർക്കാരിൽ നിന്ന് 1 കോടി രൂപ വീതം അനുവദിക്കാൻ കഴിഞ്ഞു. ജനുവരി 1 വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് ഉന്നതിയിലെത്തുന്ന അദ്ദേഹം പട്ടികജാതി പട്ടികവർഗ്ഗ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കുകയും നിവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന നടപടികൾ സ്വീകരിക്കും. ശേഷം പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും കഴിച്ച് കലാപരിപാടികളിലും സാംസ്കാരിക പരിപാടികളിലും പങ്കെടുക്കുമെന്ന് ചീഫ് കോർഡിനേറ്റർ C. ഗോപപ്രതാപ്, ജനറൽ കൺവീനർ KP ഉമ്മർ, കൺവീനർ KK ഷുക്കൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൂനമുച്ചി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വിജയികളായ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. ഗ്രാമീണ വായനശാലയ്ക്ക് സമീപമുള്ള TV ചാക്കുണ്ടി നഗറിൽ നടന്ന അനുമോദന യോഗം അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. കൂനമുച്ചി ഗ്രാമീണ വായനശാല പ്രസിഡന്റ് ജോമി ജോൺസൺ അധ്യക്ഷനായി. വായനശാല ഭാരവാഹികളായ അനൂപ് പനക്കൽ, ഫാൻസി വിൽസൺ, KL ലിസി, പിജു ബൈജു, ലൈബ്രറിയൻ മോളി ഇട്ടിയച്ചൻ എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും 20-ാം വാർഡ് അംഗവുമായ ജിഷ സുനിൽകുമാർ, 19-ാം വാർഡ് അംഗം അനീഷ് ആന്റണി, കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് അംഗം നിവ്യ റനീഷ്, 6-ാം വാർഡ് അംഗം സഫിറ അസീസ്, 7-ാം വാർഡ് അംഗം വിനു ജോൺസൺ എന്നിവർക്കാണ് വായനശാലയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയത്. ഗുരുവായൂർ പ്രീമിയർ ലീഗ് സംഘടിപ്പിച്ച ക്രിക്കറ്റ് ടൂർണമെന്റിൽ ലെജൻഡ് ഗുരുവായൂർ ജേതാക്കളായി. ഐക്കോണിക് കാവിയുടെ 2-ാം സ്ഥാനവും സ്ട്രൈക്കേഴ്സ് ഗുരുവായൂർ 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്ക് NK അക്ബർ MLA ട്രോഫികൾ സമ്മാനിച്ചു. തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് C. സുമേഷ് അധ്യക്ഷത വഹിച്ചു. പ്രീമിയർ ലീഗ് ചെയർമാൻ AR സഞ്ജയ്, സെക്രട്ടറി റംഷീൽ റസാഖ്, ഫൈസൽ ടെനക്സ്, ജിതിൻ ഗുരുവായൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യ പെന്തക്കോസ്റ്റ് ദേവസഭ കുന്നംകുളം സെന്റർ ഗോൾഡൻ ജൂബിലി കൺവെൻഷൻ 2026 ജനുവരി 1 മുതൽ 4 വരെ പോർക്കുളം രഹബോത്ത് നഗറിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 1-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് സെന്റർ പാസ്റ്റർ സാം വർഗീസ് ഗോൾഡൻ ജൂബിലി കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിക്കും. യോഗത്തിൽ പാസ്റ്റർ വർഗീസ് എബ്രഹാം, പാസ്റ്റർ ഫെയ്ത്ത് ബ്ലസൺ, പാസ്റ്റർ റെജി മാത്യു, പാസ്റ്റർ ജോൺസൺ ദാനിയൽ എന്നിവർ ദൈവവചനം പ്രഘോഷിക്കും. ഉപവാസ പ്രാർത്ഥന, സഹോദരി സമ്മേളനം, ഇവാഞ്ചലിസം ബോർഡ് സമ്മേളനം, ശുശ്രൂഷക സമ്മേളനം എന്നിവയും ജൂബിലി കൺവെൻഷന്റെ ഭാഗമായി സംഘടിപ്പിക്കും. 3-ാം തീയതി രാവിലെ 11:30 മുതൽ 1:30 വരെ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ആലത്തൂർ MP K. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നായകരും സഭാ നേതൃത്വത്തിലുള്ളവരും പങ്കെടുക്കും. 4-ാം തീയതി രാവിലെ 9 മണി മുതൽ സംയുക്ത സഭായോഗവും ഉച്ചയ്ക്ക് 2:30 സൺഡേ സ്കൂൾ വാർഷിക സമ്മേളനവും നടക്കും. ഗോൾഡൻ ജൂബിലി സുവിശേഷ മഹായോഗത്തിലും സാംസ്കാരിക സമ്മേളനത്തിലും എല്ലാവരുടെയും സാന്നിധ്യമുണ്ടാകണമെന്ന് ഭാരവാഹികളും പാസ്റ്റർമാരുമായ സാം വർഗീസ്, KA വർഗീസ്, MR ബാബു, PK ദേവസി, TK ജോൺസൺ, CI കൊച്ചുണ്ണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു. അജയൻ ചാലിശ്ശേരിക്ക് ജന്മനാട് ഒരുക്കുന്ന സ്വീകരണത്തിന്റെ ഭാഗമായി ചാലിശ്ശേരി മിനി അൻസാരി കൺവെൻഷൻ സെന്ററിൽ ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചു. സംവിധായകൻ പ്രിയനന്ദൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ചിത്രകാരൻ ബസന്ത് പെരിങ്ങോടിനെ അജയൻ ചാലിശ്ശേരി ക്യാൻവാസ് കൈമാറി ക്യാമ്പിന് തുടക്കമായി. ഉദ്ഘാടനം ചെയ്ത പ്രിയനന്ദന് സംഘാടകർ ഉപഹാരം നൽകി. സിനിമയിൽ മനുഷ്യന്റെ വികാരങ്ങളെ പകർത്തിയ അജയൻ ചാലിശ്ശേരിക്ക് ചിത്രകലയുടെ ഭാഷയിൽ ആദരം അർപ്പിക്കുന്നതായിരുന്നു ക്യാമ്പെന്ന് ചെയർമാൻ മണികണ്ഠൻ പുനയ്ക്കൽ പറഞ്ഞു. ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ മണികണ്ഠൻ പുനയ്ക്കൽ അധ്യക്ഷനായി. കൺവീനർ VK സുബ്രഹ്മണ്യൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സുനിൽകുമാർ PB, ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ, ബാലൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഈ ഒരു ആദരവ് വരച്ച് അജയേട്ടന് വരച്ച ആദരവ് കൊടുക്കുക എന്ന രീതിയിൽ നിന്ന് ആവിഷ്കരിച്ചതാണ് ഈ ഒരു ചിത്രകലാ ക്യാമ്പ്. അതിനുപരി ഈ ചിത്രകലാ ക്യാമ്പിൻ്റെ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ എല്ലാ സൃഷ്ടികളും ചാലിശ്ശേരിയുടെ പരിസരത്തുള്ള പല വ്യക്തികളും കളക്ട് ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്ന ക്യാമ്പ്. വരയ്ക്കുന്നതിന് മുൻപ് തന്നെ, അതാണ് ഈ ക്യാമ്പിൻ്റെ മറ്റൊരു പ്രത്യേകത, വരയ്ക്കുന്നതിന് മുൻപ് തന്നെ എല്ലാ ചിത്രങ്ങളും അത് ഓരോ വ്യക്തികൾ കളക്ട് ചെയ്തു എന്നത് പലപ്പോഴും സംഭവിക്കാത്ത കാര്യമാണ്. അങ്ങനെ ഒരു പ്രത്യേകത ചാലിശ്ശേരിയെ പോലുള്ളൊരു ഗ്രാമത്തിൽ അത് സാധിച്ചു എന്നാണ്.
ഒരു 20ഓളം വരുന്ന ആർട്ടിസ്റ്റുകൾ ഇവിടെ ഒരു ക്യാമ്പ് നടത്തിയിട്ട് ആ ക്യാമ്പിലുള്ള ചിത്രങ്ങളൊക്കെ ഓൾറെഡി ചിത്രം വരച്ചുകൊണ്ട് അതൊക്കെ ബുക്ക്ഡാണ് ഓൾറെഡി. അത് അങ്ങനത്തെ ഒരു വല്ലാത്തൊരു സന്തോഷമാണ്. അതായത് ഒരു ആദരവിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം വയ്ക്കുക, ഒരു ദിവസം ഒരു ചിത്രകലാ ക്യാമ്പ് അതിനോടൊപ്പം നടത്തുക എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളതാണ്. ഞാനൊരു ക്രിയേറ്റർ എന്നുള്ള നിലയിൽ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം ജനുവരി 2-3 തീയതികളിൽ ഗുരുവായൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 2 വൈകിട്ട് 5 മണിക്ക് ടൗൺ ഹാളിന് മുന്നിൽ നിന്ന് ആരംഭിക്കുന്ന റാലി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സി പ്രേമാനന്ദകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. പടിഞ്ഞാറേ നടയിൽ വൈകിട്ട് 6 ആരംഭിക്കുന്ന പൊതുസമ്മേളനം ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ ഉദ്ഘാടനം ചെയ്യും. 3 രാവിലെ 9:30 ടൗൺ ഹാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്യും. NK അക്ബർ MLA, സംസ്ഥാന പ്രസിഡന്റ് CS വിനോദ് കുമാർ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും. ലൻസ്ഫെഡിൽ നിന്ന് ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ആദരിക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് ടൗൺ ഹാളിൽ ഒരുക്കുന്ന ബിൽഡ് എക്സ്പോ ജനുവരി 3 രാവിലെ 8:30 നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ KK ജ്യോതിരാജ് ഉദ്ഘാടനം ചെയ്യും. കെട്ടിട നിർമ്മാണ മേഖല നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്യും. ജില്ലാ പ്രസിഡന്റ് OV ജയചന്ദ്രൻ, സെക്രട്ടറി നിമൽ പുല്ലൂർ, TC ജോർജ്, ഷാജി കാക്കശ്ശേരി, CK തോമസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ദീർഘകാലം പൊതുസേവനം നടത്തി വിരമിച്ച പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്ന സർക്കാർ സമീപനം തിരുത്തണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നംകുളം നിയോജക മണ്ഡലം വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഹാളിൽ നടന്ന സമ്മേളനം കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. മെഡിസെപ് പ്രീമിയം വർദ്ധിപ്പിച്ച നടപടി സർക്കാർ അടിയന്തരമായി പിൻവലിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നിയോജകമണ്ഡലം പ്രസിഡന്റ് M ഹരിദാസൻ അധ്യക്ഷനായി. സംഘടനയുടെ നിയോജകമണ്ഡലം കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട കാട്ടകാമ്പാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ടീച്ചറെ അനുമോദിച്ചു. ജില്ലാ സെക്രട്ടറി ഡേവിഡ് സ്റ്റീഫൻ, ജില്ലാ ട്രഷറർ സത്യനാഥൻ, സംസ്ഥാന കൗൺസിലർമാരായ J കൊച്ചുത്രേസ്യ, TS സുബ്രഹ്മണ്യൻ, നഗരസഭാ കൗൺസിലർ ബീന ബാബു, ജില്ലാ കൗൺസിലർ PP യേശുദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ജൈവ കർഷക ഷീജയുടെ തക്കാളി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. കാർഷിക വൃത്തി ജീവിതചര്യയാക്കിയ ഷീജ മട്ടുപ്പാവിൽ നടത്തിയ തക്കാളി കൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത്. വർഷത്തിൽ 365 ദിവസവും കൃഷി ചെയ്യുന്ന കർഷകയാണ് ബ്രഹ്മകുളം സ്വദേശിനിയായ കല്ലായിൽ ഷീജ. തന്റെ വീടിന്റെ മട്ടുപ്പാവിൽ ചെറിയ ഭാഗത്ത് ചെടിച്ചട്ടികളിൽ നട്ട തക്കാളി തൈകളിൽ വിളഞ്ഞ തക്കാളികളാണ് വിളവെടുത്തത്. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർമാരായ പ്രിയ രാജേന്ദ്രൻ, സുഷ ബാബു, ഉണ്ണികൃഷ്ണൻ കരുമത്തിൽ, ബിന്ദു അജിത് കുമാർ, തൈക്കാട് കൃഷി ഓഫീസർ റെജീന എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വീട്ടുപറമ്പിൽ നടത്തിയ ഇഞ്ചി കൃഷിയുടെ വിളവെടുപ്പും ഇതിനോടനുബന്ധിച്ച് നടന്നു. സ്വന്തം വീട്ടുപറമ്പിലും കണ്ടാണശ്ശേരിയിൽ പാട്ടത്തിനെടുത്ത ഭൂമിയിലുമാണ് ഷീജ കൃഷി നടത്തുന്നത്. വിളവെടുക്കുന്ന പച്ചക്കറികൾ സമൂഹമാധ്യമങ്ങൾ വഴിയാണ് വിൽപ്പന നടത്തുന്നത്. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിമിഷങ്ങൾക്കകമാണ് ഷീജയുടെ ജൈവ പച്ചക്കറികൾ വിറ്റഴിയുന്നത്. എല്ലാത്തരം പച്ചക്കറികളും കൃഷിയിടത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്. മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിലെ NSS യൂണിറ്റിന്റെ സ്നേഹസ്പർശം സപ്തദിന ക്യാമ്പ് വാർഡ് കൗൺസിലർ MV ബിജു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രിൻസിപ്പാൾ സിസ്റ്റർ നിർമ്മൽ മരിയ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ സിസ്റ്റർ ജെന്നി തെരേസ്, പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ശ്രീരഞ്ജിനി, സിസ്റ്റർ ഡാനി മരിയ, PTA വൈസ് പ്രസിഡന്റ് ജിഷോ S പുത്തൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള ആരോഗ്യ സർവകലാശാലയിൽ നിന്ന് ഒബ്സ്ട്രറ്റിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗത്തിൽ ഗുരുവായൂർ സ്വദേശിനി ഡോക്ടർ നടാഷ ഷാജി 1ാം റാങ്കോടെ MS ബിരുദം നേടി. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥിനിയാണ്. ഗുരുവായൂർ പുത്തൻപള്ളി സ്വദേശി പേനത്ത് കരിക്കയിൽ ഷാജി ഷൈനി ദമ്പതികളുടെ മകളാണ്. ദുബായിലെ ജെംസ് സവർ 1 ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ നിന്നാണ് ഡോക്ടർ നടാഷ +2 വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഡോക്ടർ ഫാരിസ് K ഷംസുദ്ദീനാണ് ഭർത്താവ്. ചാലിശ്ശേരി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ക്രിസ്തുമസ് നവവത്സര ആഘോഷങ്ങൾ ബുധനാഴ്ച നടക്കും. ഇതോടനുബന്ധിച്ച് മികച്ച കലാസംവിധായകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് അജയൻ ചാലിശ്ശേരിയെയും ജനപ്രതിനിധികളെയും ആദരിക്കും. രാവിലെ 11:30 സഹയാത്രയിൽ സാദരം എന്ന പേരിൽ നടക്കുന്ന പരിപാടികൾ പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം ചെയ്യും.
അജയൻ ചാലിശ്ശേരി, PR കുഞ്ഞുണ്ണി, PG ജയപ്രകാശ്, റംല വീരാൻകുട്ടി, TK സുധീഷ് കുമാർ, TK സുനിൽകുമാർ, ഹുസൈൻ പുളിയഞ്ഞാലിൽ, ബാബ മാളിയേക്കൽ, അഖില ജീവൻ തുടങ്ങിയ ജനപ്രതിനിധികളും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. പരിപാടിയോടനുബന്ധിച്ച് രാവിലെ 10:30 പാട്ട് ഫാമിലിയുടെ ഗാനമേളയും ഉണ്ടാകും. കുരുന്നുകൾക്ക് കളിപ്പാട്ടങ്ങളും വരയ്ക്കാനുള്ള വൈറ്റ് ബോർഡും മധുരവും നൽകി NSS വോളണ്ടിയർമാരുടെ മാതൃക. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായാണ് ചെറുതുരുത്തി അംഗൻവാടിയിൽ കുരുന്നുകൾക്ക് സ്നേഹസമ്മാനങ്ങളുമായി സന്ദർശനം നടത്തിയത്. 6ാം വാർഡ് മെമ്പർ അഖിൽ ചെറുതുരുത്തി, പ്രിൻസിപ്പൽ ജനീർലാൽ, NSS പ്രോഗ്രാം ഓഫീസർ ലിൻസ് കൊള്ളന്നൂർ, അധ്യാപകരായ രഞ്ജിത്ത്, സുജിത്ത്, വോളണ്ടിയർ ലീഡർമാർ, അംഗൻവാടി ടീച്ചർ സിജി സാബു, പൂർവ്വ വിദ്യാർത്ഥി അദ്വൈത് എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 12,485 രൂപ, പവന് 99,880 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 245 രൂപ. ചരമം പുന്നേർകുളം പനന്തറ എടക്കൽ വീട്ടിൽ കുഞ്ഞുണ്ണിയുടെ മകനും ആർട്ടിസ്റ്റുമായ മനോഹരൻ നിര്യാതനായി. 60 വയസ്സായിരുന്നു. സംസ്കാരം ആറ്റുപുറം നിദ്രാലയത്തിൽ നടത്തി. പുന്നേർകുളം മർച്ചന്റ് അസോസിയേഷൻ അംഗമാണ്. പള്ളിപ്പാടം ചെറുവാറ വലിയ വീട്ടിൽ സുധാകരൻ എന്ന മോഹനൻ നിര്യാതനായി. 68 വയസ്സായിരുന്നു. ഉഷ ഭാര്യയും ദീപക്, ആനന്ദ് എന്നിവർ മക്കളുമാണ്. സംസ്കാരം നടത്തി. പോർക്കുളം പുലിക്കോട്ടിൽ പരേതനായ ജോസ് ഭാര്യ ഷീല നിര്യാതയായി. 61 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11 മണിക്ക് കാട്ടകാമ്പാൽ മാർ ഇഗ്നാത്തിയോസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടത്തും. ദീപ്തി, ജെറിൻ എന്നിവർ മക്കളാണ്. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിന് സമീപം പുലിക്കോട്ടിൽ ജോസ് നിര്യാതനായി. 79 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10:30 ചിറ്റാട്ടുകര സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ നടത്തും. ആനി ജോസ് ഭാര്യയും ഡോൺ, ഡാക്സൺ എന്നിവർ മക്കളുമാണ്. ചാലിശ്ശേരി അങ്ങാടി ഗ്രീൻ വാലിയിൽ താമസിക്കുന്ന ചെമ്മണ്ണൂർ പരേതനായ ജോസ് ഭാര്യ ശോശ നിര്യാതയായി. 77 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടത്തും. സിജി, ജിബി, സണ്ണി, ഉണ്ണി എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. കൊച്ചി എളമക്കരയിലെ വീട്ടിൽ വെച്ചായിരുന്നു വേർപാട്. പക്ഷാഘാതത്തെ തുടർന്ന് 10 വർഷമായി ചികിത്സയിലായിരുന്നു. നെല്ലിവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വൈകുണ്ഠ ഏകാദശി ഭക്തി നിർഭരം. ആയുർവേദ സ്വരൂപനായ ധന്വന്തരി ഭഗവാനെ ദർശിക്കുവാനും ദിവ്യൌഷധമായ മുഖിനെ സേവിക്കുവാനും വൻ ഭക്തജനത്തിരക്ക്. 15,000-ലധികം പേർ പ്രസാദ ഊട്ടലും പങ്കെടുത്തു. തൃശൂർ ജില്ലാ കോൺഗ്രസിൽ അച്ചടക്ക നടപടി കടുക്കുന്നു. DCC നിർവാഹക സമിതി അംഗം വർഗീസ് ചൊവ്വന്നൂരിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. തന്നെ പുറത്താക്കിയ വാർത്ത മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നും എന്താണ് ചെയ്ത തെറ്റെന്ന് വ്യക്തമല്ലെന്നും വർഗീസ് ചൊവ്വന്നൂർ. ചരിത്രത്തിലാദ്യമായി ദേശീയ സരസ് മേളയ്ക്ക് ചാലിശ്ശേരി വേദിയാകുന്നു. ഇന്ത്യയിലെ ഗ്രാമീണ സ്ത്രീ സംരംഭകരുടെ ഏറ്റവും വലിയ വ്യാപാരോത്സവമായ ദേശീയ സരസ് മേള നടക്കുന്നത് 2026 ജനുവരി 2 മുതൽ 11 വരെ. എളവള്ളി പഞ്ചായത്തിലെ പണ്ടാറക്കാട് വീട് കത്തിനശിച്ചു. പണ്ടാറക്കാട് കരുമത്തിൽ ഷൈജുവിന്റെ ഓടിട്ട വീടാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.